ഇന്നൊരു ലെഗ് ഡേ ആണ്. ലെഗ് ഡേയിൽ ഒരു ഇമ്പോർട്ടൻറ്റ് ടിപ്പ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. വാം സെറ്റിനെ പറ്റിയിട്ടാണ്. കൂടുതലും ആൾക്കാരും ലെഗ് ഡേയിൽ കാർഡിയോ എന്ന രീതിയിലാണ് അവർ അവരുടെ വാമപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അങ്ങനെ നിങ്ങൾ ചെയ്യേണ്ട. കൂടുതൽ കാർഡിയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് നമ്മുടെ ലെഗിനെ നല്ലപോലെ ട്രെയിൻ ചെയ്യാൻ പറ്റത്തില്ല. വാം സെറ്റ് എങ്ങനെയാണ് ഞാൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. ലെഗ് ഡേയിൽ മിക്കവരുടെയും ഫസ്റ്റ് എക്സസൈസ് എന്ന് പറയുന്നത് ലെഗ് എക്സ്റ്റൻഷൻ ആയിരിക്കും, അല്ലെങ്കിൽ സ്മിത്ത് മെഷീൻ ബാക്ക് സ്ക്വാട്ട്സ് അല്ലെങ്കിൽ ബാക്ക് സ്ക്വാട്ട്സ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? ഏതാണോ നിങ്ങളുടെ ഫസ്റ്റ് എക്സസൈസ്, ഫോർ എക്സാമ്പിളായിട്ട് ലെഗ് എക്സ്റ്റൻഷൻ ആണെന്നുണ്ടെങ്കിൽ ലെഗ് എക്സ്റ്റൻഷനിൽ നിങ്ങളുടെ മെയിൻ സെറ്റിൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് 50 kg ആണെന്ന് വിചാരിക്കുക. അപ്പോൾ എത്രയാണോ നിങ്ങളുടെ മെയിൻ സെറ്റ് എന്ന് പറയുന്നത്, ആ സെറ്റിൻ്റെ 30 to 40% എഫേർട്ടിൽ നിങ്ങൾ 8 to 12 reps ചെയ്യാൻ നോക്കണം നിങ്ങളുടെ ഫസ്റ്റ് വാം സെറ്റ്. മനസ്സിലായി? അപ്പോൾ ഈ 50 kgയുടെ 30 to 40% എന്ന് പറയുമ്പോൾ 20 kgയുടെ 8 അല്ലെങ്കിൽ 12 reps നിങ്ങൾക്ക് വാമപ്പ് സെറ്റ് എന്ന രീതിയിൽ ചെയ്യാവുന്നതാണ്. മനസ്സിലായി? അതിനുശേഷം നിങ്ങൾക്ക് സെക്കൻഡ് വാം സെറ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. സെക്കൻഡ് വാം സെറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ മെയിൻ സെറ്റിൻ്റെ 80% ആയിരിക്കണം. അപ്പോൾ 50 kgയുടെ 80% എന്ന് പറയുന്നത് 40 kg ആണ്. അപ്പോൾ ആ ഒരു 40 kgയിൽ നിങ്ങൾക്ക് 6 to 8 reps മെയിൻറ്റെയിൻ ചെയ്യാവുന്നതാണ്. അതിനുശേഷം പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മെയിൻ സെറ്റിലോട്ട് പോകാവുന്നതാണ്. ഈ ഒരു സമയത്ത് നിങ്ങളുടെ ജോയിൻസും അതുപോലെ തന്നെ നിങ്ങൾ ഏത് മസിൽ ഗ്രൂപ്പിനെയാണോ ട്രെയിൻ ചെയ്യാൻ ഉദ്ദേശിച്ചത് ആ ഒരു മസിൽ ഗ്രൂപ്പും ആൾറെഡി ആക്റ്റീവായി കാണും. ഇതിനെയാണ് നമ്മൾ വാം സെറ്റ് എന്ന് പറയുന്നത്. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് കാര്യങ്ങളായിരുന്നു. ഈ ഒരു പേജ് ഫോളോ ചെയ്യുക. നിങ്ങൾക്കും എന്നോടൊപ്പം നല്ലൊരു ഫിറ്റ്നസ് ജേണി ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്. ജയ് ഹിന്ദ്.